ഹലോ ഗൈസ്, അപ്പോൾ കുറേ പേര് വീഡിയോ കണ്ടിട്ട് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിവേക് എം ബി എന്ന് പറഞ്ഞൊരു ബ്രോ ഈ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് ശൂന്യയിൽ വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ ശൂന്യയുടെ ആപ്പ് വളരെ സിമ്പിളല്ല, വളരെ ഒരു നല്ല ആപ്പായിരുന്നു. പക്ഷെ അവരത് അപ്ഡേറ്റ് ചെയ്ത് അടിപൊളി വേറൊരു ആപ്പ് കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരെ ഇൻ്റർഫേസ് തന്നെ അടിപൊളിയായിട്ടങ്ങ് മാറ്റി. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവാത്ത രീതിയിൽ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനെങ്ങനെയാണ് ഈ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത് അത് ഞാൻ പറഞ്ഞാൽ ഈ വിവേക് എം വി എന്ന് പറഞ്ഞ ബ്രോയാണ് ഇട്ടത്. പിന്നെ അംജാദ് എ പി എന്ന് പറഞ്ഞൊരു ബ്രോ ഇട്ടിട്ടുണ്ട്. ഈ നമ്മൾ സ്കാൾപ്പ് ചെയ്യുന്ന ടൈമിൽ, അതായത് ബൈ ചെയ്യുന്ന ടൈമിൽ ഒരു 3-4 പോയിൻ്റ് അങ്ങോട്ട് വ്യത്യാസം വരുന്നുണ്ട് ബൈ ഒക്കെ എടുക്കുമ്പോൾ. അപ്പോൾ അതിനുള്ളത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എന്താ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് മാർക്കറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ശൂന്യക്കകത്ത്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ അത് നമ്മൾ ബൈ എടുക്കുന്ന ടൈമിൽ അതിൻ്റെ അടി കാണിക്കും മാർക്കറ്റ് പ്രൊട്ടക്ഷൻ. അപ്പോൾ മാർക്കറ്റ് പ്രൊട്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ബൈ എടുക്കുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ 1 ലോട്ടൊക്കെ ബൈ ചെയ്യുന്നതല്ല, 1000 അല്ലെങ്കിൽ 2000 ലോട്ടൊക്കെ എടുക്കുന്നവർക്ക്, 2000 ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുന്നവർക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലാണെങ്കിൽ നമ്മൾ 1000-ത്തിന് ഓർഡർ കൊടുത്താൽ ചിലത് ഇപ്പോൾ 100 to 103. അപ്പോൾ നമ്മൾ ഇപ്പോൾ 100-നും 103-നും ഇടയ്ക്കാണ് നമുക്ക് മേടിക്കേണ്ടത്. മാർക്കറ്റ് പെട്ടെന്ന് 105 പോകാം, 106 പോകാം, 107 പോകാം. അപ്പം അതിലൊക്കെ ബൈ ആവും. 1000 ക്വാണ്ടിറ്റി 103 തന്നെ ബൈ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് പ്രൊട്ടക്ഷൻ 3 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 100 രൂപയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ 100-നും 103-നും ഇടയ്ക്ക് മാത്രമേ ബൈ ആവത്തുള്ളൂ. മാർക്കറ്റ് അതിന് മേളിൽ പോയാലും ബൈ ആവത്തില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പൈസ കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. അതാണ് മാർക്കറ്റ് പ്രൊട്ടക്ഷൻ. അതുകൊണ്ടാണ് ഈ ഇപ്പോൾ ബ്രോ ബൈ ചെയ്യുമ്പോൾ കൂടി റേറ്റിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൊട്ടക്ഷൻ 0 കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് എപ്പോൾ എവിടെയാണോ അവിടെ വെച്ച് ബൈ ആവും. മാർക്കറ്റ് പ്രൊട്ടക്ഷൻ മിക്കവാറും ഒരു 1-ലൊക്കെ കൊടുത്താൽ മതി. 1-ൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇപ്പോൾ 90 രൂപ മേടിക്കുകയാണെങ്കിൽ 91-ന് ഇടയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് സാധനം. പി ആഡ് ചെയ്ത് ഞാൻ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പി ആണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു എൻട്രി എടുത്താണ്. നമ്മൾ 42,700-ൻ്റെ പി എടുത്തിട്ടുണ്ട്. അപ്പോൾ 78 റുപ്പീസിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ലിമിറ്റിലാണ് മേടിക്കുന്നത്, മാർക്കറ്റിൽ എടുക്കുന്നില്ല, ഞാൻ ലിമിറ്റിലെടുക്കാം. അതായത് 79-ന് ബൈ ആവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇറങ്ങിയപ്പോൾ 79-ലാവുന്നോ അപ്പോൾ അത് ബൈ ആവും. മാർക്കറ്റ് ഒത്തിരി താഴ്ത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് 84 ആയി, 83, 82. ഓക്കെ, നമുക്ക് എന്തായാലും ബൈ ആവുന്നതിലൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത് ബൈ ആവട്ടെ. ഇങ്ങനെ മാർക്കറ്റ് ഇപ്പോൾ ഒരു സൈഡ് വേസ് മാർക്കറ്റായിരുന്നു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ലോസ്. ഏകദേശം ഒരു 1000 രൂപ ലോസ് വന്നിട്ടുണ്ട്. പക്ഷേ അത് ലിമിറ്റഡ് ലോസാണ്. നമ്മൾ എപ്പോഴും ലിമിറ്റഡായിട്ട് ലോസ് വഹിക്കുക. ഭയങ്കരമായിട്ട് ലോസ്, നമ്മുടെ കയ്യിലുള്ള പൈസ മൊത്തം പോകുന്ന രീതിയിൽ ലോസ് വരിക്കരുത്. പിന്നെ ഒന്ന് താഴെ പോയി കഴിഞ്ഞാലും മാർക്കറ്റ് ഇനിയും കയറി വരും എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. എപ്പോഴാണോ നമുക്ക് ഒരു 5 രൂപ 5 പോയിൻ്റ് ലോസ് വരുമ്പോൾ ഒഴിവായി മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. നാളെ മാർക്കറ്റ് ഉണ്ട്, നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. SL ഈസ് യുവർ ഗോഡ്. ഓക്കെ, അപ്പം SL ആണ് നമ്മുടെ ഗോഡ്. നമുക്ക് സ്റ്റോപ്പ് ലോസിനെ വിശ്വസിക്കുക. അപ്പോൾ എങ്ങനെ സ്റ്റോപ്പ് ലോസ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 42,800 ഈ ബൈക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാർട്ടൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഗൈസ് അത് 79 രൂപയ്ക്ക് ബൈ ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ചാർട്ട് നോക്കട്ടെ. ഓക്കെ, ബാങ്ക്-നിഫ്റ്റി 214. അപ്പോൾ ഇനിയും കുറേ താഴ്ത്തിട്ട് വരുമെന്നാണ് ചിന്തിക്കുന്നത്. എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ഏകദേശം ഒരു 41 ലോസിൽ പൊക്കണമാണ് ഇരിക്കുന്നത്. 78. അപ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റോപ്പ് ലോസ് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടാവും. റിസ്ക് റിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു റിസ്ക് എടുക്കാവുന്ന ഒരു എമൗണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 3000 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 300 അതായത് 200 രൂപയെ നമ്മൾ റിസ്ക് എടുക്കാവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 പോയിൻറ്റ്. പിന്നെ നമ്മുടെ റിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 8 പോയിൻറ്റ് റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 1:2, അതായത് 2%, 2 ഇരട്ടി നമുക്ക് പ്രോഫിറ്റ് കിട്ടാം. അപ്പോൾ നമുക്ക് 16 പോയിൻറ്റ് പ്രോഫിറ്റാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തത് ഇപ്പോൾ 79-ലാണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കും.
നമുക്ക് SL ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ താഴെ SL എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്യുക. വേറെ ഒന്നും മാറ്റേണ്ട കാര്യമില്ല. ഫസ്റ്റ് ലെഗ് ട്രിഗറുന്നുണ്ട്, അവിടെ ഞാൻ 73 കൊടുക്കുകയാണ്. അപ്പോൾ 79 എടുത്തത്, 6 പോയിൻ്റാണ് എടുത്തത് റിസ്ക് കിട്ടാം. അപ്പോൾ 73 അവിടെ കൊടുത്തു. നമ്മുടെ മേളിൽ ആദ്യം നമ്മൾ SL കൊടുക്കുമ്പോൾ മേളിൽ 73 കൊടുക്കണം. ആ 73-നേക്കാളും കുറച്ചുകൂടെ കൂടിയൊരു പോയിൻ്റ് വേണം നമ്മൾ ഫസ്റ്റ് ലെഗ് ട്രിഗർ കൊടുക്കാൻ വേണ്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 73.5 ആകുമ്പോൾ ട്രിഗർ ആവും, നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡർ ട്രിഗർ ആവും, 73-ന് വിറ്റ് പോകും. അപ്പോൾ ഞാൻ കൊടുക്കുന്നതാണ് സെല്ല് കൊടുത്തു. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് ഏറ്റവും ഫസ്റ്റ് ഓർഡർ നിങ്ങൾ നോക്കിയാൽ അറിയാം, ട്രിഗർ പെൻഡിങ് ആണ്. മാർക്കറ്റ് ഇപ്പോൾ 75.90 പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 74ആയി, 73ആയി, 74. ഓക്കെ, നമ്മുടെ അത് ട്രിഗർ ആയിട്ടുണ്ട്. അപ്പോൾ 73.50 പൈസയ്ക്ക് അത് ട്രിഗറായി, 73-ന് വിറ്റുപോയി. 73.35-ന് വിറ്റുപോയി. ഏകദേശം ഒരു 144 രൂപയുടെ ലോസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 6 പോയിൻ്റാണ് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ നമ്മൾ റിസ്ക് എടുക്കുന്ന പോലെ ഞാൻ ഒരു 150 രൂപ റിസ്ക് എടുത്തുള്ളൂ. അപ്പം കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ റിസ്ക് എടുക്കുമ്പോൾ ഇതിൽ കൂടുതൽ എടുക്കാം, പൈസ കൂടുതലുണ്ടെങ്കിൽ എടുക്കാം. നമ്മൾ ചെറിയ ചെറിയ റിസ്ക് എടുക്കുക. അപ്പോൾ അത് തിരിച്ചത് 75-ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 72 റിസ്ക്, അതായത് 72 കൊടുക്കുമായിരുന്നെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കില്ലായിരുന്നു. പക്ഷേ ഒരിക്കലും അങ്ങനെ കരുതടിക്കാം. ഇതൊരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് റണ്ണിങ്ങിലാണ്. ഏകദേശം നമ്മളിപ്പോൾ ഏകദേശം പ്രോഫിറ്റിലാണ്. അതായത് ഉച്ച കഴിഞ്ഞാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 800 സംതിങ് രൂപയുടെ പ്രോഫിറ്റിലിപ്പോൾ റണ്ണിങ് ആണ് മാർക്കറ്റ്. ഇനി എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ ട്രേഡ് എടുക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതൊക്കെ ഈ സ്റ്റോപ്പ് ലോസ് മാപ്പ് ഒന്ന് പരിചയപ്പെട്ടിരിക്കുക, വഴി നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോകൾ ഇടാം, പുതിയ വീഡിയോകൾ ചെയ്യാം.